നീ ഒന്ന് എടുക്കുന്നേ? ചെക്കനെന്നാ വരാത്തെ? വരേണ്ട സമയം കഴിഞ്ഞല്ല. ഓൻ വരുന്നുണ്ടാവും, ചപ്പിനോടും പുല്ലിനോടും വർത്താനം പറഞ്ഞ് മെല്ലെ വരുന്നുണ്ടാവും. എന്നാലും വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇപ്പൊ എത്തുമായിരിക്കും, നോക്കാം. ഹലോ സാറിന്റെ മോൻ ഒരു പരിചയമില്ലാത്ത ഒരാള് ബൈക്കിൽ കയറിയിട്ട് പോകുന്നുണ്ട്. സാറ് ഉത്തരവാദില്ല? ഇല്ല, ഞാനാരെയും വിട്ടില്ല. എവിടുന്നാണ്ട്? സാറേ, കനാല് റോഡിന്റെ അടുത്ത് കണ്ടതാ ഞാൻ. അവിടെ ഞാൻ പ്ലംബിങ്ങിന്റെ പണി എടുത്തോണ്ടിരിക്കുമ്പോ. എങ്ങോട്ടാ പോയതാണ്ടാ? ആ പോക്കിലൊരു പന്തികേട് പോലെ എനിക്ക് തോന്നിയോണ്ട് സാറിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോ. ആ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഓക്കെ സാറേ. എന്നാ പറ്റിയേ? ആരെ വിളിച്ചിനി? മോനെന്നാ പറ്റിയേ? ഒന്നുമില്ല, മോനാര് വണ്ടി കയറി പോയിട്ടുണ്ട് പോലും. നീ പേടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ മോൻ പേടിക്കണ്ട. ആ എന്നാന്ന് ഇവിടെ എന്നാ പ്രശ്നം? എന്നാ ചിത്ര എന്നാടാ? ഒന്നുമില്ലപ്പാ, മോനെ കാണാൻ. എന്നാന്നപ്പാ? നീ ബേജാറാണ്ടപ്പാ? ഹലോ, നീ സ്റ്റേഷനിലുണ്ടാ? മോൻ മിസ്സിംഗ് ആണ്, ഒന്ന് പെട്ടെന്ന് വീട്ടിൽ വരണേ. സാറേ, ഇത് ആ കുട്ടീൻ്റെ ബാഗ് വന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയത്? റോഡ് സൈഡിൽ ഇവിടെ കിട്ടിയത്. ഈ പരിസരം തന്നെ നമുക്ക് നോക്കിയിട്ട് ആ ഇവിടുന്ന് ഒരു കുട്ടി മിസ്സായിട്ടുണ്ട്. ബാഗ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെയാ? ഈ നാട്ടിലാണ്. ഈ ഭാഗത്ത് പുഴയും ഉണ്ട്, വലിയ കാടും. നമുക്ക് ഈ ഭാഗത്തൊന്ന് സെർച്ച് ചെയ്താലോ? ഓക്കെ ഓക്കെ. സാറേ, സാറേ ഇവിടുന്ന് ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ഹലോ സാറേ, ഈ കനാലിൻ്റെ അടിക്കുള്ള സ്ഥലത്ത് നിന്ന് കുട്ടീൻ്റെ ചെരുപ്പും ബാഗും കിട്ടിയിട്ടുണ്ട് സാറേ. സാറ് ഇങ്ങോട്ട് പെട്ടെന്ന് വരണം. ഈ കാട്ടിൽ കുറേ സാറേ, സാറേ ഓടി വാ, കുട്ടിയുടെ ഉണ്ട്, വാ. ഇല്ല, നിയമൊന്നുമില്ല. ഒരു നിയമം ഒരു പോലീസ് വേണ്ട. ഇവിടെ നാട്ടുകാർ പോയിക്കോളൂല്ലോ. ഇവരെ പോലത്തെ തീറ്റി പോരാൻ വേണ്ടിട്ടല്ലേ. ഒന്നും നടക്കൂല ഇവിടെ.
സാറേ കുട്ടി സേഫാണ്. ലഹരിയും രാസമരുന്നുകളും നാട്ടിൽ മാത്രമല്ല വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും തകർക്കുന്ന നല്ല സ്വപ്നങ്ങളും സത്യവും കുടുംബത്തോടെ കൂടിയുള്ള ഐശ്വര്യമായ ജീവിതം തന്നെ ലഹരിയാക്കുക. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടാം. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്.